ഇനി വയനാട്ടിലേക്കാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിച്ച പുനരധിവാസ ടൗൺഷിപ്പ് ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ടൗൺഷിപ്പിന്റെ രണ്ടാം ഘട്ടം ഉടൻ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത മഴക്കാലത്തിന് മുൻപ് പൂർത്തിയാക്കാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മരുന്ന് പല രോഗങ്ങൾക്കും പരിഹാരമാണ്. പക്ഷേ മാനസികമായ വേദനകൾക്ക് മരുന്ന് പരിഹാരമല്ല. ആ വേദനകളിൽ പരസ്പരം ആശ്വാസമാകാൻ കഴിയും. പല നഷ്ടങ്ങളും നികത്താൻ നമുക്കാവില്ല. പക്ഷേ സാമീപ്യം കൊണ്ട് മനുഷ്യരെ ആ നഷ്ടത്തിൻ്റെ ആഘാതത്തിൽ നിന്നും പതിയെ പുറത്തു വരാൻ സഹായിക്കാൻ കഴിയും. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ കേരള മാതൃക ഒരിക്കൽ കൂടി ലോകം കണ്ടറിഞ്ഞു. ഇടതുപക്ഷം കല്ലിട്ടു പോകുന്നവരല്ലെന്നും കല്ലിട്ടാൽ കല്ലിനു മീതെ കല്ലുവെച്ച് വീടുണ്ടാക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. പുഞ്ചിരിമറ്റത്ത് ഉയരത്തിൽ പൊട്ടിയ ഉരുളിൽ നിന്ന് തിരിച്ചു വന്ന മനുഷ്യർക്ക് പുഞ്ചിരി തൂകാൻ പറ്റുന്ന ഒരു മുറ്റമുണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ഗവൺമെന്റ് ഈ വീടുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. സഹായിക്കേണ്ടവർ പോലും കേന്ദ്ര ഗവൺമെന്റ് അടക്കം ക്രൂരമായ സമീപനത്തോടെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോഴും കേരളം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ ദുരന്ത ബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല ലോകമലയാളം എന്ന യാഥാർത്ഥ്യം. ആദ്യഘട്ടത്തിൽ പൂർത്തിയായ 178 വീടുകളുടെ താക്കോലാണ് കൈമാറുന്നത്. ദുരന്തത്തിൽ അച്ഛൻ മരിച്ച അവ്യക്തന് ആദ്യ താക്കോൽ കൈമാറി. ആദ്യ ഗുണഭോക്താവായി അവ്യക്ത് എം, കിഴക്കേ തെക്കുംകര വീട്, വെള്ളാർമല. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് അവിടെ നിന്ന് ചേരുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി, ഈ വീട് കൈമാറ്റം പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞോ? എല്ലാവരും അവരവരുടെ വീടുകളിലേക്കൊക്കെ പോയി തുടങ്ങിയോ? ഒരു ജീവനും ജീവിതവും കരിപ്പിടിപ്പിക്കുന്ന വളരെ ഭയങ്കര സന്തോഷം നിറയുന്ന വലിയ നിമിഷങ്ങൾക്കാണ് നിലവിൽ വയനാട് സാക്ഷ്യം വഹിക്കുന്നത്. പ്രസാദും അവിടെ തത്സമയം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് നൽകാവുന്ന വിവരങ്ങൾ? ഷമലി, ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ തീരാവേദനയുണ്ടെങ്കിലും ഒരു വലിയ ആശ്വാസത്തിൻ്റെ ദിവസം എന്ന് തന്നെ പറയാം. 178 വീടുകളുടെ താക്കോലാണ് ഇന്ന് മുഖ്യമന്ത്രി കൈമാറിയിട്ടുള്ളത്. ഇതിൽ ആദ്യം താക്കോൽ കൈമാറിയത് അച്ഛനെയും സഹോദരിയെയും നഷ്ടപ്പെട്ട 10 വയസ്സുകാരൻ അവ്യക്തനാണ്. പിന്നീട് അവന്തിക, അതോടൊപ്പം തന്നെ നൈസമോളിനെ ഓർക്കുന്നുണ്ടാകും. പ്രധാനമന്ത്രി വന്ന സമയത്ത് നൈസമോളിൻ്റെ അടുത്ത് വരികയും അവരെ ആശ്വസിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തതാണ്. മാധവി, ചണ്ണ, ഇങ്ങനെ ഇത്രയും പേർക്കാണ് വേദിയിൽ വെച്ച് താക്കോൽ കൈമാറിയത്. പിന്നീട് ബാക്കിയുള്ള ആളുകൾക്ക് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വേദിയിൽ വെച്ച് താക്കോലുകൾ അതോടൊപ്പം തന്നെ പട്ടയവും കൈമാറി. വളരെ വികാരനിർഭരമായ ഒരു ചടങ്ങ് എന്ന് തന്നെ പറയാം. കാരണം വരുന്ന ദുരിതബാധിതരെല്ലാം തന്നെ മനസ്സിൽ അവരുടെ ഉറ്റവരെക്കുറിച്ചുള്ള ഓർമ്മകളുമായാണ് വേദിയിലേക്ക് വന്നിട്ടുള്ളത്. മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ വന്ന സമയത്ത് അദ്ദേഹം അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് മുമ്പായി ഇവരെ കാണുന്നതിന് വേണ്ടി, ഉപഭോക്താക്കളെ കാണുന്നതിന് വേണ്ടി അവരിയ്ക്കുന്ന സദസ്സിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് ശോഭന അവർ ഒരു നിമിഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ മന്ത്രിയുടെ അടുത്ത് നിൽക്കുന്ന കാഴ്ചയൊക്കെ എല്ലാവരുടെയും കണ്ണു നിറച്ചതാണ്.
പിന്നീട് മുഖ്യമന്ത്രി താക്കോൽ കൈമാറി. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമായും പറയുന്നത് ഈ മഴക്കാലത്തിന് മുൻപായി 410 വീടുകളാണ് ടൗൺഷിപ്പിൽ പണിയുന്നത്. മഴക്കാലത്തിന് മുൻപായി മുഴുവൻ വീടുകളുടെയും പണി പൂർത്തിയാക്കി അവർക്ക് താമസിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ താക്കോൽ കൈമാറിയെങ്കിലും കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. കാരണം ചില പണികൾ കൂടി പൂർത്തിയാകാനുണ്ട്. അതോടൊപ്പം ചില വിമർശനങ്ങളും മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ ദുരിതബാധിതരുടെ കടം എഴുതി തള്ളാൻ സംസ്ഥാന സർക്കാർ നിരവധി തവണ കേന്ദ്രത്തിന് കത്തയച്ചതാണ്, ഇടപെടൽ നടത്തിയിരുന്നു. പക്ഷേ അതിനൊന്നും തയ്യാറായിരുന്നില്ല. പിന്നീട് സംസ്ഥാന സർക്കാർ തന്നെയാണ് അവരുടെ കടം എഴുതി തള്ളാനുള്ള പണം അനുവദിച്ചത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ചില്ലിക്കാശ് പോലും നൽകരുത് എന്ന് പറഞ്ഞ ആളുകളെയും മുഖ്യമന്ത്രി വിമർശിക്കുകയുണ്ടായി. ഇതിനുശേഷം റവന്യൂ മന്ത്രി അദ്ദേഹം നടത്തിയിട്ടുള്ള അധ്യക്ഷ പ്രസംഗത്തിൽ ഒരു വിമർശനം നടത്തിയിരുന്നു. അതായത് ഞങ്ങൾ കല്ലിട്ട് പോകുന്നവരല്ല, കല്ലിന് മുകളിൽ കല്ല് വെച്ച് അവിടെ വീട് പണിയുന്നവരാണ് എന്നുള്ള വിമർശനം പിന്നീട് ടി സിദ്ദിഖ്, അദ്ദേഹത്തിന് കൽപ്പറ്റ MLA കൂടിയാണ്, അദ്ദേഹത്തിന് വലിയ കൂവൽ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായി ഉയരുന്നുണ്ട്. ടി സിദ്ദിഖ് പറയുന്നത് മന്ത്രി അത്തരമൊരു പരാമർശം നടത്താൻ പാടുണ്ടായിരുന്നില്ല, ഞങ്ങൾ നിരവധി വീടുകൾ നൽകിയിട്ടുണ്ട്, ഇന്നലെ 52 വീടുകളുടെ താക്കോൽ കൈമാറ്റം നടന്നതാണ് എന്നുള്ള മറുപടിയൊക്കെ ടി സിദ്ദിഖ് നൽകിയിരുന്നു. എന്തായാലും ചടങ്ങ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റ് 178 പേരും അവരുടെ വീടിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങി ഇപ്പോൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. സർക്കാർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇവിടെ ഈ വീടുകളിൽ 178 മുഴുവൻ വീടുകളിലേക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യ ഫർണിച്ചറുകൾ കൂടി നൽകുമെന്ന് പറഞ്ഞു. മറ്റൊന്ന്, ചടങ്ങിൽ വെച്ച് ഈ വീടുകളിലേക്ക് 178 വീടുകളിലേക്കും DYFI അവരുടെ നേതൃത്വത്തിൽ TV-കൾ കൂടി വിതരണം ചെയ്തിട്ടുണ്ട്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ നൽകുന്നത്. ഇപ്പോൾ